വെറും വെള്ളം ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. 30s ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ് പതുക്കെ റിങ്കിൾസ് ഒക്കെ വരാൻ തുടങ്ങും. എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് 2025 ജാനുവരിയിലുള്ള ഒരു പിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഉള്ള ഒരു പിക്കും. അതിൽ തന്നെ എൻ്റെ സ്കിൻ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് മനസ്സിലാവും. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ആ ഒരു ചേഞ്ച് നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതും അതിനകത്ത് എൻ്റെ ഒരു പ്രോപ്പർ റുട്ടീനായിരുന്നു ആൻഡ് ഐ വാസ് ഡൂയിങ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന് 2 ബൗൾ എടുക്കുക. ആദ്യത്തെ ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടല്ല, ഒരു ചെറിയ നമുക്ക് ഫേസിൽ വെക്കാൻ പറ്റുന്നത് പോലെ. പിന്നെ രണ്ടാമത്തെ ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടർക്കി വെച്ചിട്ട് ഫസ്റ്റ് ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഒരു 15 സെക്കൻഡ്സ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ പ്രോസസ്സ് തണുത്ത വെള്ളത്തിലും നമ്മുടെ ഫേസിൽ ചെയ്യുക. അത് ഒരു 15 സെക്കൻഡ്സ് ഇതും കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മാറി മാറി ഒരു 7 to 8 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വെയിൻസിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത് കൊണ്ട് ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്ത് കയറാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു കൊളാജൻ ബൂസ്റ്റിംഗ് നടക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കോൾഡ് വാട്ടറിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഓപ്പൺ പോഴ്സ് ആയിട്ട് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കയറിയിട്ട് ആക്നെയും പിമ്പിൾസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഷെഡ്യൂളിൽ പ്രോപ്പറായിട്ട് ചെയ്ത് പോവുക. യു വിൽ ഡെഫിനറ്റ്ലി സീ ദ റിസൾട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താങ്ക് മീ ലേറ്റർ.